പുരുഷന്മാരിൽ കണ്ടുവരുന്ന കഷണ്ടിക്ക് വേണ്ടി മിനോക്സിഡിൽ, ഫിനാസ്ട്രേറ്റ് തുടങ്ങിയ കാര്യങ്ങൾ ഉപയോഗിക്കുന്നതായിട്ട് നമുക്കറിയാം. എന്നാൽ എന്താണ് ഇപ്പോൾ പുതുതായിട്ട് ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് ഹെയർ കെയർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ? ഹായ്, ഐ എം ഡോക്ടർ പ്രവീൺ പീതു, ഡെർമറ്റോളജിസ്റ്റ് അറ്റ് കീഹോൾ ക്ലിനിക്, കൊച്ചി. അപ്പോൾ പുരുഷന്മാരുടെ, അതായത് മെയിൽ പാറ്റേൺ ബോൾനെസ്സിനെ നമ്മൾ പല ലെവലുകളിൽ തിരിച്ചിട്ടുണ്ട്. അതിനൊരു മെഡിക്കൽ ട്രീറ്റ്മെൻ്റ് ഉണ്ട്, ഒരു സർജിക്കൽ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഭാഗമായിട്ട് നമ്മൾ മിനോക്സിഡിൽ, ഫിനാസ്ട്രേറ്റ് തുടങ്ങിയ കാര്യങ്ങൾ ഉപയോഗിക്കാറായിട്ടുണ്ട്. അതുകൂടാതെ തന്നെ PRP, GFC തുടങ്ങിയ കാര്യങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അതുകൂടാതെ വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നത്? പുതിയതായിട്ട് ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്ന ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് ആണ് എക്സോസോംസ്, പെപ്റ്റൈഡ്സ്, QR678 തുടങ്ങിയവ. അപ്പോൾ എന്താണ് ഇതൊക്കെ? ഇതെല്ലാം തന്നെ മുടിയിലേക്ക് ചെന്ന് ഹെയർ റൂട്ടിൽ ഹെയർ ഗ്രോത്തിന് സഹായിക്കുന്ന രീതിയിലുള്ള കുറച്ച് ഗ്രോത്ത് ഫാക്ടേഴ്സും കുറച്ച് കെമിക്കൽസും കുറച്ച് സ്റ്റിമുലേറ്റേഴ്സുമാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഡോക്ടറെ കണ്ടതിന് ശേഷം വളരെ ചെറിയ നീഡിലുകളിലൂടെ നമ്മുടെ സ്കാൽപ്പിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പെയിൻലെസ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണിത്. ഒരു 2 to 3 വീക്സ് ഗ്യാപ്പിലാണ് ഇത് ചെയ്യേണ്ടത്. ഒരു 6 സെഷൻസ് എങ്കിലും എടുത്തെങ്കിൽ മാത്രമേ നമുക്കിതിന് റെസ്പോൺസ് അറിയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത്തരം ട്രീറ്റ്മെൻറ്റുകൾ നമുക്കിപ്പോൾ നമ്മുടെ ക്ലിനിക്കിൽ അവൈലബിൾ ആണ്. കൂടുതൽ അറിയാനായി കമൻറ്റ് ചെയ്യുക.